നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. കഴിഞ്ഞ തവണ വിക്രമാദിത്യൻ കഥയുടെ ഉത്തരം കുറച്ചധികം പേരെ എഴുതി അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഒരുപോലെയുള്ള അഭിപ്രായം വിദ്യാപതി അതിബുദ്ധിമാനാണെന്നാണ്. പെണ്ണുങ്ങളെ അനുസരിക്കേണ്ട യാതൊരു ആവശ്യമില്ലാതെന്നും ചില ബിരുദന്മാരെ എഴുതി അറിയിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അല്ല കേട്ടോ. ചില കാര്യത്തിലൊക്കെ നമുക്ക് സ്ത്രീകളെ അല്ലെങ്കിൽ ഭാര്യമാരെ അനുസരിക്കാം. കാരണം അവർ പറയുന്നതിലും കാര്യമുണ്ടാവും. പക്ഷെ ഇവിടെ വാശി പിടിച്ച രാജകുമാരിയെ ഉപേക്ഷിച്ച് വിദ്യാപതി സ്ഥലം വിട്ടത് നന്നായി എന്നാണ് കുറെ ആൾക്കാർ പറഞ്ഞത്. പക്ഷേ ബുദ്ധിമാൻ ആരാണ്? ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? അതാണ് നമ്മുടെ ഉത്തരം. അതിന്റെ ഉത്തരം എല്ലാവരും പറഞ്ഞിരിക്കുന്നത് വിദ്യാപതി എന്നാണ്. അല്ല, വിക്രമാദിത്യൻ പറഞ്ഞത് ആണീച്ചയാണെന്നാണ്. ആണീച്ചയാണ് അവിടെ ഏറ്റവും ബുദ്ധി സാമർഥ്യം കാണിച്ചത്. ആണീച്ച പറഞ്ഞത് കേട്ടിട്ടാണല്ലോ വിദ്യാപതിക്ക് ആ ബുദ്ധി ഉദിച്ചത്. അയാൾ ഇത്ര വലിയ പണ്ഡിതനായിരുന്നിട്ട് ആ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമാൻ ആരാ? ആണീച്ച തന്നെയല്ലേ? ശരിയല്ലേ? നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ? അതായിരുന്നു ആ കഥയുടെ ഉത്തരം. ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടന്നാലോ. ഇന്നത്തെ കഥയുടെ പേര് ത്രിപുര സുന്ദരി. വേതാളം വിക്രമാദിത്യന്റെ തോളിൽ കിടന്നുകൊണ്ട് അടുത്ത കഥ പറയാൻ ആരംഭിച്ചു. പണ്ട് ചെമ്പകശ്ശേരി എന്നൊരു രാജ്യത്ത് ചെമ്പകരാമൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകളുടെ പേര് ത്രിപുര സുന്ദരി. പേര് പോലെ തന്നെ 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരി, ഒരാൾക്കും ഒരു സംശയവും കൂടാതെ പറയാം, ത്രിപുര സുന്ദരി തന്നെ. അംഗലാവണ്യം കൊണ്ടും രൂപസൗകുമാര്യം കൊണ്ടും എല്ലാം നാൾക്ക് നാൾ ചെറുപ്പക്കാരുടെ കണ്ണിലുണ്ണിയായി തന്നെ ത്രിപുര സുന്ദരി വളർന്നു വന്നു. അവൾക്ക് വിവാഹപ്രായമെത്തി. ധാരാളം ചെറുപ്പക്കാർ ത്രിപുര സുന്ദരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നെത്തി. പല ദേശങ്ങളിൽ നിന്നുമുള്ള രാജകുമാരന്മാർ ത്രിപുര സുന്ദരി എന്തായാലും എനിക്ക് വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നെങ്കിലും ചെമ്പക രാമൻ രാജാവ് പറഞ്ഞെന്താണോ, എൻ്റെ മകൾക്ക് ആരെയാണോ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അയാളെ മാത്രമേ അവള് വിവാഹം കഴിക്കുള്ളൂ. അല്ലാതെ അക്കാര്യത്തിൽ മകളുടെ അഭിപ്രായമാണ് ഞങ്ങളുടെയും അഭിപ്രായം. ഞങ്ങളൊന്നും നിർബന്ധിക്കാൻ തയ്യാറല്ല. ഇത് കേട്ട രാജകുമാരന്മാർക്ക് ദേഷ്യം വന്നു. ആ, അതെന്ത് പരിപാടി? അച്ഛനും അമ്മയല്ലേ മകളുടെ വിവാഹം നിശ്ചയിക്കേണ്ടത്, അല്ലാണ്ട് ആ പെണ്ണൊരുത്തിയാണോ? അവളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വിവാഹം നടത്തുന്നത്. പലരും പല വിധത്തിലുള്ള വാദപ്രതിവാദങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും ചെമ്പകരാമൻ രാജാവിന് ഒന്നും ബോധ്യമായില്ല. ചിലർക്ക് ദേഷ്യം വന്നു. അവര് പറഞ്ഞു, ഞങ്ങള് ഈ രാജവംശത്തിനടക്കം മുച്ചൂട് മുടിപ്പിച്ചു കളയും. ചിലര് പറഞ്ഞു, ഞങ്ങള് ത്രിപുര സുന്ദരിയെ തട്ടിക്കൊണ്ടുപോകാൻ പോകണം, എന്ത് ചെയ്യും നോക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ഭീഷണികളും പിന്നെ വാശികളും പ്രയോഗങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ചെമ്പകരാമൻ രാജാവ് കുലുങ്ങിയില്ല. മകളുടെ അഭിപ്രായം എന്താണോ അതാണ് തൻ്റെ അഭിപ്രായം. കാലം കുറച്ച് കടന്നുപോയി. ഒരു ദിവസം 4 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് 4 യുവരാജാക്കന്മാർ നമ്മുടെ ചെമ്പകപുരം രാജ്യത്തേക്ക് എത്തി. 4 പേര് ഒരേ ദിവസം തന്നെയാണ് കൊട്ടാരത്തിലേക്ക് എത്തിയത്. ഈ 4 പേരെയും രാജാവ് സ്വീകരിച്ചിരുത്തി. രാജാവ് കുശലപ്രശ്നങ്ങൾക്ക് ശേഷം ചോദിച്ചു, നിങ്ങൾ വന്നത് എൻ്റെ മകളായ ത്രിപുര സുന്ദരിയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണല്ലോ, അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. എന്താണ് നിങ്ങളുടെ കഴിവ്? നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ വിശേഷങ്ങളും അറിഞ്ഞതിന് ശേഷം എൻ്റെ മകൾക്ക് നിങ്ങളിൽ ആരെയാണോ അനുയോജ്യൻ എന്ന് തോന്നുന്നത് അയാളെ അവൾ വിവാഹം കഴിക്കും. ആദ്യത്തെ കുമാരൻ പറഞ്ഞു, ഞാനൊരു വിശേഷപ്പെട്ട വസ്ത്രം നെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന് ഏത് രാജ്യത്തും വലിയ വില ലഭിക്കും. ഞാൻ വിലയിടുന്നത് 5 മരതക കല്ലുകളാണ്. അതിൽ ഒന്നാമത്തെ കല്ല് ഞാൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യും. രണ്ടാമത്തെ കല്ല് ഉപയോഗിച്ച് ഞാൻ പൂജകളും മറ്റ് ദേവന്മാരുടെ ഇഷ്ടങ്ങളും നടത്തും, അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കും. മൂന്നാമത്തെ കല്ല് ഞാൻ എൻ്റെ ദേഹത്ത് ആഭരണമായി അണിയും. 4-മത്തെ കല്ല് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. 5-മത്തെ കല്ല് ഉപയോഗിച്ചായിരിക്കും
അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടായിരിക്കും ഞാൻ എൻ്റെ ഉപജീവനം നടത്തുന്നത്. അത്രയ്ക്കും എനിക്ക് കഴിവുകളുണ്ട്. രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, എനിക്ക് കരയിലും ജലത്തിലും ജീവിക്കുന്ന എല്ലാ ജീവികളുടെയും ഭാഷ വശമുണ്ട്. അതുകൊണ്ട് എന്നെ അവയുടെ സംസാരം ശ്രവിച്ചുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നതും, ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നതും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. മൂന്നാമത്തെ കുമാരൻ പറഞ്ഞത്, ഞാൻ ധർമ്മശാസ്ത്ര പുരാണങ്ങളിലെല്ലാം അതിവിദഗ്ധനാണ്. ഞാൻ അവയെല്ലാം മനഃപ്പാഠമായി പഠിച്ചിട്ടുണ്ട്. എനിക്ക് അവയുടെ വിശകലനങ്ങളും അവയുടെ പ്രതിപാദനങ്ങളും നന്നായി അറിയാം. നാലാമത്തെ കുമാരൻ പറഞ്ഞത്, ഞാൻ ആയോധന കലയിൽ അഗ്രഗണ്യനാണ്. 56 ദേശങ്ങളിലും എന്നെ ആയോധന വിദ്യയിൽ കീഴ്പ്പെടുത്താൻ തക്ക കഴിവുള്ളവർ ആരുമില്ല. ദൂരദിക്കിൽ മറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവിന്റെ ശബ്ദം കേട്ട മാത്രയിൽ അമ്പ ഇതുകൊണ്ട് അതിനെ വകവരുത്താൻ എനിക്ക് കഴിയും. 4 പേരുടെയും ഗുണഗണങ്ങൾ ശ്രദ്ധയോടെ കേട്ട ചെമ്പകരാമൻ രാജാവ് അന്തപുരത്തിലേക്ക് എഴുന്നള്ളി. മകളോട് 4 പേരുടെയും 4 ചെറുപ്പക്കാരുടെയും ഗുണവിശേഷങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, മകളെ, നിനക്ക് ആരെയാണ് ഇതിൽ ഇഷ്ടപ്പെട്ടത്? നീ ആരെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നത്? അല്പനേരം ലജ്ജിച്ച് തലതാഴ്ത്തി നിന്ന ശേഷം ത്രിപുരസുന്ദരി രാജാവിൻ്റെ, അതായത് അച്ഛൻ്റെ ചെവിയിൽ അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ആരെയാണെന്ന് പറഞ്ഞു. കഥ ഇവിടെ നിർത്തിയിട്ട് വേതാളം ചോദിച്ചു, ഉത്തമയായ കുലസ്ത്രീയായ ആ രാജകുമാരിക്ക് ആരെയായിരിക്കും ബോധ്യപ്പെട്ടിരിക്കുക? അല്ലെങ്കിൽ വിക്രമാദിത്യന്റെ അഭിപ്രായത്തിൽ ആരെയാണ് അവൾ ഭർത്താവായി സ്വീകരിക്കേണ്ടത്? നിങ്ങളുടെ ഉത്തരത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഭാഗം കഥ പറച്ചിൽ ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ ഉത്തരവും നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നമസ്കാരം.